അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ബ്ലാക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്താലോ? അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. എന്താ നോക്കിയേ, ഇഷ്ടമായോ? സംഭവം വീനക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൈൻ്റെ താഴെയും ബോർഡർ വെച്ചിട്ടുണ്ട്. ഏറ്റവും താഴേക്ക് വെച്ചില്ല കേട്ടോ, അപ്പോൾ ഓവറായാലോ എന്ന് കരുതിയിട്ടാണ് അത്രയൊന്നും വെക്കാതിരുന്നത്. നെക്കിലും സ്ലീവിലും മാത്രമേ ഞാൻ ആ പാറ്റേൺ വെച്ചിട്ടുള്ളൂ. താഴെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലൻസ് വെച്ച് നമുക്ക് ഷോളിൽ വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങിയാലോ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ടക്ക് പോയിൻ്റൊക്കെ വരക്കണത് നമ്മുടെ കട്ടിങ് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ നീറ്റായിട്ടൊന്ന് പിടിക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കെട്ടിട്ട് തുടങ്ങരുത് കേട്ടോ. അപ്പോൾ അത് മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നടുഭാഗമാകുമ്പോൾ കുറച്ചൊരു വീതി കൂട്ടി കൊടുക്കുക. മുകളിൽ നിന്ന് നേരിയതായിട്ടാണല്ലോ തുടങ്ങുന്നത്. നടുഭാഗം ഒരു 1/2 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ നീക്കി നിർത്തുക. അവിടെയും കെട്ടിയിട്ട് ചുളിക്ക് കൂട്ടി വെക്കരുത്. ഒന്ന് നീക്കി നിർത്തിയതിന് ശേഷം പൊട്ടിച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊന്ന് ടക്കിട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് പിടിച്ചിടുക. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ടക്കിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും ടക്കിട്ടിട്ടുണ്ട്. ടക്കിട്ടതിന് ശേഷമുള്ള ലുക്ക് ഇങ്ങനെയായിരിക്കും. ഒട്ടും ചുളിവൊന്നും വരരുത് കേട്ടോ. ഇത് പിന്നെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ലൈനിങ് ഉള്ളതാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി നമുക്കിതാ നെക്കിൽ ഈ സംഭവം എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. നെക്ക് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനാണ് കേട്ടോ, കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ വിട്ട് കൊടുക്കണതെന്ന് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. അതായത് നമ്മുടെ നെക്കിൻ്റെ വിട്ട് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് കേട്ടോ ചെയ്യണത്. ഇനി നമ്മുടെ നെക്കിൻ്റെ ഡെപ്ത്ത്, ഫ്രണ്ട് നെക്ക് എത്രത്തോളം ഇറങ്ങണം എന്നുള്ളതും കൂടെ കറക്റ്റായിട്ടൊന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുത്തേക്കാം. കണ്ടോ? ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൽ നിന്ന് 4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അതായത് നമ്മുടെ നെക്കിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അവിടെ ഒരു വീതി കൊടുക്കണം. ഇങ്ങനെ വി ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു പീസ് വെക്കേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് കെയർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ അറ്റത്തേക്ക് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് ഡെപ്തിൽ വരണം. ഇതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിനായിട്ടാണ് ഞാൻ പറഞ്ഞത്, നെക്കിൻ്റെ ഡെപ്ത് നിങ്ങൾ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 4 ഇഞ്ച് താഴേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് എത്രയാണോ ഈ ഒരു സംഭവത്തിൻ്റെ വീതി എന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ വീതി ഉണ്ടല്ലോ, ആ ഒരു ബോർഡറിൻ്റെ വീതി, അത് നമുക്ക് നെക്കിലിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു, നെക്ക് എത്രത്തോളം വേണമെന്ന് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെക്കണ ബോർഡറിൻ്റെ വീതിയും കൂടെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഇഞ്ച് വീതിയിലാണ് നമുക്ക് ബോർഡർ വരുന്നത്. ആ 2 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് ഇനി കുറച്ച് മാർക്കിങ് വരാനുണ്ട്. അതായത് നമ്മൾ വി ഷേപ്പ് വന്നിട്ട് ആ എൻഡിൽ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു. അതിൽ നിന്ന് 4 ഇഞ്ച് താഴേക്ക് മാറ്റിയിട്ട് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ആ മാർക്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സംഭവത്തിൻ്റെ വീതി ഉണ്ടല്ലോ, ഈ 2 ഇഞ്ച് വീതി, ഈ 2 ഇഞ്ച് വീതിയുടെ പകുതി നമ്മൾ എടുക്കാം. 2 ഇഞ്ച് വീതിയുടെ പകുതി എടുക്കുക. അതായത് നമ്മുടെ ബോർഡറിന് എത്ര ഇഞ്ച് വീതിയാണോ അതിൻ്റെ പകുതി. അപ്പോൾ 1 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മാർക്കിലേക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ നെക്ക് പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഉള്ളിലേക്ക് മാറ്റിയിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1/2 ഇഞ്ച്. ഓക്കെ, കണ്ടില്ലേ? എന്നിട്ട് ആ 1/2 ഇഞ്ച് ഇട്ട മാർക്കും താഴത്ത് നമ്മളിപ്പോൾ വരച്ച മാർക്കും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. വെട്ടിക്കൊളാക്കി കളയരുത്. ഇതേപോലെ മാർക്ക് വരണം. ഓക്കെ. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ മാർക്ക് ഇട്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ബോർഡറിൻ്റെ വീതി അവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മാറ്റിയിട്ട് തയ്യൽ തുമ്പ് വിട്ടു കൊടുത്തു. ഇനി താഴേക്ക് മാർക്ക് ചെയ്യണത് നോക്കാം. താഴേക്ക് നെക്കിൻ്റെ ഡെപ്ത് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ ആ ബോർഡറിൻ്റെ വീതിയുടെ പകുതി 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കറക്റ്റായിട്ടാണോ നമ്മൾ മടക്കിയിട്ടേക്കണം. അങ്ങോട്ടും കൂടി ചരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കഴുത്ത് വരില്ല. ഇതിങ്ങനെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം. ഇവിടെ വരെ വന്നിട്ട് നമുക്ക് ആ സ്ക്വയർ പോലെ വന്നിട്ടില്ലേ, കുഞ്ഞ് സ്ക്വയർ പോലെ, അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തുമ്പൊന്നും അവിടെ നിൽക്കരുത്. ഞാനിപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഒരു കുഞ്ഞ് തുമ്പ് നിൽക്കുന്നുണ്ട്. അതിങ്ങനെ വെട്ടി ലെവലാക്കി എടുക്കണേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ട ഒരു തുമ്പ് വന്നേക്കണം കേട്ടോ. ആ തുമ്പൊന്ന് വെട്ടിക്കളയണം കേട്ടോ. നമുക്ക് ആ കറക്റ്റ് അവിടെ സ്ക്വയർ ഷേപ്പ് തന്നെ കിട്ടണം കേട്ടോ. ഒരു കുഞ്ഞ് തുമ്പ് വന്നിട്ടുണ്ട്, അത് വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ.
അപ്പോൾ അത് അവിടെ കുഞ്ഞ് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ഇടല്ലോ ആ മൂല ഒരു 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക, അതിങ്ങനെ ക്രോസ് ആയിട്ട്. എന്നിട്ട് ആ ക്രോസിലും കൂടെ നമ്മളൊന്ന് ഈ കത്രികയുടെ തുമ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തേക്കുക കേട്ടോ, ഇതുപോലെ. ഓക്കെ, അത്രയും മാത്രം മതി. ഇതാ ഇത്തിരി കേട്ടോ, ഒരുപാടൊന്നുമില്ല, ഒരു 1/4 ഇഞ്ച്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ബോർഡർ ഉണ്ടല്ലോ, ഈ ബോർഡർ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബോർഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കിതാ ഈ സൈഡിലുള്ള ഈ സ്റ്റോൺ ഉണ്ടല്ലോ, അത് ഓരോന്നും നമുക്കൊന്ന് ഇളക്കി കളയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ. നഖം വെച്ച് തന്നെ ഇങ്ങനെ വെച്ചാൽ തുന്നി പിടിപ്പിച്ചേക്കല്ല, ഗം വെച്ച് ഒട്ടിച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ബോർഡറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നീളത്തിൽ ഞാൻ ഒരു ലൈൻ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഒന്നല്ലേ ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ദാ അത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് കറക്റ്റായിട്ട് ഒരു സൈഡ് വെക്കുകയാണ്. അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞ് വി പോലെ കട്ട് ചെയ്തില്ലേ, അതായത് താഴെ വന്നിട്ടൊരു സ്ക്വയർ വന്നിട്ട് ഒരു ചെറിയൊരു ചരിവ് കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്ത വശം വരെ എന്താ ഇതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോൺ അല്ല, ഒരു ബോർഡറൊക്കെയാണ് കണ്ട, ഈ ഒരു കുഞ്ഞു വി ഇല്ലേ, ബോർഡറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുത്ത് ഇളക്കി കളയേണ്ട ആവശ്യമൊന്നും വരില്ല. ഇതുപോലെ കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ആ വി ഷേപ്പ് വരെ മാത്രം മതി, അറ്റത്തേക്ക് അടിച്ചു പോവരുത്. ഇതുവരെ മാത്രം വി ഷേപ്പിലൊരു കുഞ്ഞ് കട്ട് കൊടുത്തില്ലേ, അവിടെ അങ്ങ് നമ്മൾ കെട്ടിട്ട് നിർത്തുക കേട്ടോ. അതായത് നമ്മൾ സ്ക്വയർ വന്നതിൻ്റെ മൂലഭാഗം വരെ നിർത്തുക, എന്നിട്ട് ഇങ്ങനെ ഇടുക കണ്ടോ. അപ്പോൾ ഒരു സൈഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് എടുക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് കുറച്ച് കൂടുതൽ വേണം, അടിയിലേക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഈ പീസിനെ ഉണ്ടല്ലോ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തേക്കാം. അപ്പുറത്തെ സൈഡിൽ നമുക്കിതുപോലെ തന്നെ ആ വി ഷേപ്പ് വരെ പിടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് 2ആയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ തയ്യൽ തുമ്പ് ആദ്യം തന്നെ വെട്ടിക്കളയരുത് കേട്ടോ, കുറച്ച് തൂങ്ങി കിടക്കട്ടെ, നമുക്കത് ലാസ്റ്റ് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡ്, ഒരു സൈഡ് കഴിഞ്ഞു, ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതേപോലെ തന്നെ ഇങ്ങനെ പിടിപ്പിക്കാം. ഇതിന് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകണം, അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ പോലത്തെ മെറ്റീരിയലാണ്. അടിക്കാനായിട്ട് ഇത്തിരി പാടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലോയി മെറ്റീരിയൽ ആയതുകൊണ്ടേ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 സൈഡ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ പീസ് ഇപ്പുറത്തുനിന്നും ആ പീസ് അങ്ങോട്ടേക്കും കണ്ടോ. ഇനി നമ്മുടെ ഈ 2 തുമ്പുണ്ടല്ലോ ഇതിൻ്റെ, അത് അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക, വി ഷേപ്പിൽ വെക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ വെക്കണം. അടിയിലും അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വെച്ചൊന്ന് ലെവലാക്കി എടുത്തിട്ട് ഇങ്ങനെ ഇടുക. ഈ ബോർഡർ എങ്ങനെ വെക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുർത്തിയിലൊക്കെ കാണൂല. എന്നിട്ട് സൈഡൊന്ന് അടിച്ചു കൊടുക്കണം. ഇതേപോലെ അടിക്കുക കേട്ടോ. അപ്പോൾ പതിച്ചടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ആ ഒരു കല്ലുള്ള പീസ് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താം. ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്കതിൽ, അതായത് നിഴലടിക്കണതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ലൈനിങ് വെച്ച് കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി അങ്ങനത്തെയാണ് നിങ്ങൾ വെക്കണമെങ്കിൽ നമുക്കതും ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് അടിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോൺ ഉള്ളത് കൊണ്ട് ആ എൻഡൊന്ന് മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് ഹെമിങ് ചെയ്തെടുക്കണം കേട്ടോ, തുന്നിയെടുക്കണേ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ അടിച്ചില്ലേ, ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് അടിക്കണം. അതുപോലെ തന്നെ ഇതിങ്ങനെ വക്കൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അവിടെ ഒന്ന് തുന്നിയെടുക്കണം കേട്ടോ. തുന്നിയെടുക്കണം, ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴേ തുന്നണ്ട, ഇപ്പുറത്തെ സൈഡും കൂടെ അടിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് ഒപ്പം വെച്ചിട്ട് തുന്നിയെടുക്കാം. ഇതാ കറക്റ്റായിട്ട് ഞാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ വരും കേട്ടോ. ഈ എൻഡ് ഒന്ന് തുന്നിയെടുക്കണം, അവിടെ ഒന്ന് മടക്കി വെച്ചിട്ട് തുന്നിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതും നേരെ നിൽക്കണം, കറക്റ്റായിട്ട് നേരെ നിൽക്കണം. ഒരു ഇൻഡു പോലെ കിടക്കും. എന്നിട്ട് തുന്നിയൊക്കെ കഴിഞ്ഞിട്ട് അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം നെക്കിൻ്റെ ഡെപ്ത് എന്നുള്ളത് കറക്റ്റായിട്ട് അളന്നതിന് ശേഷം ഇവിടെ നിന്ന് തുന്നണം കേട്ടോ. ഇങ്ങനെയും തുന്നണം, ഇങ്ങനെയും തുന്നണം. ഓക്കെ, എന്നാലാണ് അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തുണിയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം മുത്ത് പൊട്ടിപ്പോവും, നമ്മുടെ സൂചിയും പൊട്ടും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കി തുന്നിയെടുത്താൽ മതി. കൈവച്ച് തന്നെ പതുക്കെ ഒന്ന് ഹെമിങ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നെക്ക് എങ്ങനെ കാണാൻ ഭംഗിയില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണ്. ഞാൻ തുന്നിയിട്ടില്ല കേട്ടോ, തുന്നാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചതാണ്. ഇങ്ങനെ തന്നെ ടേബിളും ഇട്ടിട്ട് തുന്നാട്ടോ, കയ്യിലെടുത്ത് പിടിച്ചിട്ടൊന്നും തുന്നാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ തുന്നി എടുത്താലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഡെപ്ത് നോക്കുക, എത്രത്തോളം വേണം നോക്കുക, എന്നിട്ട് വേണം ആ ഒരു വി ഷേപ്പ് നമുക്ക് തുന്നിയെടുക്കാൻ കേട്ടോ.
അപ്പോൾ കറക്റ്റായിട്ട് അത് നോക്കിയിട്ടതാ സൂചി നൂലും കോർത്ത് വന്നിട്ടുണ്ട്. ഇനി വളരെ ശ്രദ്ധിച്ച് തുന്നുക. ഇവിടെ നിന്ന് തുന്നി തുടങ്ങണം. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് കുത്തിയെടുക്കാം. അപ്പോൾ ആ നൂലിൻ്റെ കെട്ട് അടി പൊക്കോളുമല്ലോ. അടിയിൽ നിന്ന് തുന്നി മുകളിലേക്ക് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് അയ്യോ കൈ പിടിച്ച് വലിക്കരുത് കേട്ടോ, ഞാൻ തന്നെ വലിച്ച് പോവാണ്. കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. അതിന് ശേഷം പതുക്കെ ഒന്ന് ഹെമിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തുന്നി വലിക്കുമ്പോഴുണ്ടല്ലോ, കുത്തിയിട്ട് പിടിച്ച് വലിക്കുമ്പോൾ ചുളിവൊന്നും വരരുത് കേട്ടോ. നോക്കി തന്നെ തുന്നുക. ഇതേപോലെ പതുക്കെ വലിക്കുക. ഒരിത്തിരി ക്ഷമ വേണം ഇത് ചെയ്യാനായിട്ട്. കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടെ ചെയ്യണം. അതുപോലെ തന്നെ ചുളുക്കും വീഴരുത് അവിടെ. ആ വി ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണം. ഇതുപോലെ അറ്റത്തേക്ക് ഇങ്ങനെ തുമ്പ് വന്നതിൻ്റെ പുറകെ, അതായത് ആദ്യം കുത്തി അതിൻ്റെ പുറകിൽ നിന്ന് കുത്തി പിന്നെ അങ്ങനെ കുത്തി പോവുക കേട്ടോ. അപ്പോൾ ചുളിവൊട്ടും വരാത്ത വിധം നമുക്ക് തുന്നി എടുക്കാം. നമുക്ക് ഈ മുത്തല്ലെങ്കിലുണ്ടല്ലോ അടിച്ച് വെക്കാം, എളുപ്പമാണ്. ഇതിപ്പോൾ ആ മുത്തായതുകൊണ്ടാണ് ഇങ്ങനെ തുന്നേണ്ടി വന്നത്. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് അവിടെ അടിച്ച് ഇങ്ങനെ വെക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എംബ്രോയ്ഡറിയുടെ ഒരു പീസൊക്കെ ആണെങ്കിൽ അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ മുത്തായതുകൊണ്ടാണ് ഞാൻ തുന്നിയെടുക്കണേ കേട്ടോ. പക്ഷെ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇടാനൊക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള മെറ്റീരിയൽ. ആ കോർണർ വരെ ഒന്ന് തുന്നി നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് തുന്നിയെടുക്കുക കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല ക്ഷമ വേണം. തയ്യൽ അറിയാവുന്നവർക്ക് നല്ല ക്ഷമയായിരിക്കും എന്ന് പറയണത് ഇതായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം ക്ഷമയോടുകൂടെ തന്നെ ചെയ്യുക. എന്നാലാണ് നമുക്ക് എന്താ പറയുക ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇതല്ല, ഈ ഒരു പീസല്ല എങ്കിൽ വേറൊരു പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചാലും നല്ല ഭംഗിയാട്ടോ. ഈ ഒരു മോഡൽ നല്ലതാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുക. കുർത്തിയിലൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി മോഡലാണ് കേട്ടോ. അപ്പോൾ വേറൊരു കളർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇതിപ്പോൾ വേറൊരു എന്താ പറയുക ഒരു പാർട്ടി വെയർ ഡ്രസ്സിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുത്തുള്ള പീസ് ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. എന്തെങ്കിലും ടിഷ്യൂൻ്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ സാരി വെട്ടിയിട്ടാണെങ്കിൽ സാരിയുടെ ബോർഡറോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. പതുക്കെ ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെയും കൂടിയാണ് ഇത്ര പതുക്കെ ചെയ്യേണ്ടി വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്ലോയി മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ലേ, പർദ്ദ മെറ്റീരിയലാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. നല്ല ബ്ലാക്ക് നമുക്ക് കിട്ടണമെങ്കിൽ പർദ്ദ മെറ്റീരിയൽ തന്നെ വേണം കേട്ടോ. അത്രയും നല്ല കറക്റ്റ് ബ്ലാക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ അത് മൊത്തം അടിച്ചിട്ടുണ്ട്. ഇനി അടിഭാഗത്തു നിന്ന് അടിക്കുകയല്ല തുന്നി എടുത്തിട്ടുണ്ട്. അടിഭാഗത്തു നിന്ന് ആ എൻഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കണ്ടോ. ഇപ്പോൾ വി ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നേക്കണോണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു ലൈനിങ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഈ പർദ്ദ മെറ്റീരിയലിൻ്റെ ഒരു കഷ്ണം തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്. നീളത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആ എൻഡിൽ തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. ഈ എൻഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുമ്പിങ്ങനെ നീണ്ട് നിൽക്കണം. അല്ലെങ്കിൽ നല്ല തേരുള്ള ഭാഗമാണെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ എൻഡ് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, രണ്ടാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണം എവിടെയെന്ന് നോക്കോട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തുമ്പത്തേക്കൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, അവിടെ കല്ലുള്ളത് കൊണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റിച്ചിങ് കൊടുത്തില്ലേ, അതായത് പതിച്ചടിച്ചില്ലേ, ആ ഒരു ഭാഗത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് വെച്ചിട്ട് കണ്ടോ, ഇതിങ്ങനെ വെക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കണം, തെന്നി പോകരുത്. കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഈ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആ തുമ്പത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കല്ലുള്ളത് കൊണ്ട് നല്ല തിക്ക് കല്ല് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. കല്ലല്ല, മറ്റേ എന്താ പറയുക ചെറിയ മുത്തില്ലേ, പഞ്ചസാര മുത്ത് എന്നൊക്കെ പറയൂലേ, അത് കേട്ടോ. അതവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ എൻഡില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ ഇടയിൽ ഇത് കറക്റ്റായിട്ട് വെക്കുക, കറക്റ്റ് പൊസിഷൻ നോക്കുക. എന്നിട്ട് മോൾ ഭാഗത്ത് ഞാൻ അവിടെ നിന്ന് കുറച്ച് കല്ല് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ നമുക്ക് ഷോൾഡർ അടിച്ച് കൊടുക്കണമല്ലോ, അവിടെ കല്ലുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള കല്ലുകൾ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഈ സ്റ്റിച്ചിലൂടെ ഇങ്ങോട്ടേക്ക് അറ്റം വരെ അടിക്കാം. കറക്റ്റായിട്ട് അടിക്കുക കേട്ടോ. കുറച്ചൊന്ന് കെയർ ചെയ്ത് അടിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. തയ്ച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടിയതൊന്നും ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അറ്റം വരെ അടിക്കുക. അപ്പോൾ ആ നെക്കിൽ വെച്ചേക്കണ പീസിൻ്റെ വീതിക്ക് തന്നെ നമുക്കിത് കിട്ടണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടിഭാഗം നമുക്ക് ഒന്നുകൂടെ തുന്നിയെടുക്കണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസിൻ്റെ ഭാഗത്ത് നമുക്കത് അവിടെ അടിക്കാൻ പറ്റില്ലല്ലോ. അത് ഇത് മുകളിൽ കാണുന്ന രീതിയിലല്ല, ഉള്ളിൽ നിന്ന് തുന്നിയെടുത്താൽ മതി. ഓക്കെ,
കേട്ടോ. ഒരു സൈഡിൽ നമ്മൾ ലൈനിങ് വെച്ച് കഴിഞ്ഞു. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഈ പീസ് വെച്ചിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നീറ്റായിട്ട് വരും. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതും അപ്പുറത്തെ സൈഡ് തന്നെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ തുന്നിയെടുക്കുക കേട്ടോ. ഈ ഭാഗത്തും തുന്നിയെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയും കൂടെ വന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതാ കണ്ടോ, ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഷോൾഡർ കൂട്ടണം. ഷോൾഡർ കൂട്ടാനായിട്ട് ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ, ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട് നെക്കിന് ഇനിയൊന്നും ചെയ്യാനില്ല. ബാക്ക് നെക്ക് റെഡിയാക്കിയതിന് ശേഷം ഷോൾഡർ ഇതിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് നമ്മുടെ 3.5 ഇഞ്ചാണെങ്കിൽ എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഡെപ്തും നമുക്ക് എത്രത്തോളം ഡെപ്ത് വേണമെന്നുള്ളതും കൂടെ വെച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കർവ് ചെയ്തെടുത്തിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസ് വെച്ചോ ക്രോസ് പീസ് വെച്ചോ എങ്ങനെയാണോ നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റുക അതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. ക്രോസ് പീസ് വെച്ചാലും മതി. അപ്പോൾ ഇനിയിപ്പോൾ സ്ലീവിൽ ഇത് അറ്റാച്ച് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കുക. ഈ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഒരു ലൈനായിട്ട് ഇങ്ങനെ നമുക്ക് ആ സ്റ്റോണൊന്ന് പറിച്ച് കളയാം, അല്ലെങ്കിൽ പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് പറിച്ച് കളഞ്ഞേക്കാം. എന്നിട്ട് അറ്റം വരെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ നിവർത്തിയെടുത്താൽ മതി. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ആ കഴുത്തിന് വെച്ച പോലെ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കൈക്കുഴി ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി സാധാരണ കൈ കയറ്റണ പോലെ അതിൽ കയറ്റി കൊടുക്കുക, സൈഡ് അടിക്കുക, സ്ലിറ്റ് അടിക്കുക. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലുക്ക് ഞാനൊന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. എൻ്റെ അളവിൽ തയ്ച്ചുകൊണ്ട് ബൊമ്മക്കുട്ടിക്ക് നല്ല ലൂസാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഈ മോഡൽ ഇഷ്ടപ്പെട്ടോന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. 1-ാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ കേട്ടോ. 2 മാസം കൊണ്ട് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. താങ്ക് യു.